ഖലിസ്ഥാൻ ഭീകരവാദികളുടെ പേടിസ്വപ്നമായിട്ടുള്ള ലോറൻസ് ബിഷ്ണോയ് സംഘം. ഈ ലോറൻസ് ബിഷ്ണോയ് സംഘത്തെ കാനഡ തീവ്രവാദ സംഘടനയായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോഴിതാ ലോറൻസ് ബിഷ്ണോയ് സംഘം വലിയ രീതിയിലുള്ള വെടിവെപ്പ് നടത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കുപ്രസിദ്ധ ഗുണ്ടാ സംഘമായിട്ടുള്ള ലോറൻസ് ബിഷ്ണോയുടെ ശൃംഖല അന്താരാഷ്ട്ര തലത്തിൽ വീണ്ടും സജീവമായതായാണ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. കാനഡയിലെ 3 വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഞായറാഴ്ച രാത്രി നടന്ന വെടിവെപ്പുകളുടെ ഉത്തരവാദിത്തം ബിഷ്ണോയ് സംഘം ഏറ്റെടുത്തു. കഠിനാധ്വാനികളായ ആളുകളിൽ നിന്നല്ല, 2ാം സ്ഥാനത്തുള്ള ബിസിനസ്സിൽ, അതായത് നിയമവിരുദ്ധ ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളിൽ നിന്നാണ് അവർ പണം വാങ്ങുന്നതെന്ന് സംഘം തന്നെ നടത്തിയ പോസ്റ്റിൽ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും പോർച്ചുഗലിൽ നിന്ന് ഗുണ്ടാ സംഘ ഭീഷണിയും അത്യാധുനിക ആയുധവുമായുള്ള വെടിവയ്പ്പുമൊക്കെയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ബിഷ്ണോയ് സംഘത്തിന് വേണ്ടി പോർച്ചുഗലിൽ താമസിക്കുന്ന ഫത്തേ പോർച്ചുഗൽ എന്ന വ്യക്തി ഈ സംഭവങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. വെടിവയ്പ്പിൻ്റെ വീഡിയോയും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അതിൽ ഒരു വെടിവയ്പ്പുകാരൻ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ച് വെടിവയ്ക്കുന്നതായി കാണാം. ഈ വീഡിയോ വളരെ വേഗത്തിൽ വൈറലാവുകയാണ്. കനേഡിയൻ പോലീസ് ഇപ്പോൾ സംഭവസ്ഥലം അടച്ചുപൂട്ടി അന്വേഷണം നടത്തുകയാണ്. വെടിവയ്പ്പിൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പ്രാഥമിക റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ സംഭവത്തെ സംഘടിത കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ഗൂഢാലോചനയാണെന്നാണ് പോലീസ് നിലവിൽ പറയുന്നത്. ലോറൻസ് ബിഷ്ണോയ് സംഘത്തെ കനേഡിയൻ സർക്കാർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു. ഇതും ശ്രദ്ധിക്കേണ്ടതാണ്. അന്നു മുതൽ സോഷ്യൽ മീഡിയയിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് സംഘം തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാനായി ശ്രമിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഫത്തേ പോർച്ചുഗൽ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആ വ്യക്തി വെടിവെപ്പ് നടന്ന് 3 സ്ഥലങ്ങൾ, തെഷി എൻ്റർപ്രൈസസ്, ഹൗസ് നമ്പർ 2814 സ്ട്രീറ്റ്, 76 അവന്യൂ യൂണിറ്റ് നമ്പർ 104 എന്നിവയാണെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. ഈ സ്ഥലങ്ങളെല്ലാം നവി തേസി എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് അവകാശപ്പെടുന്നു. ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ് എന്ന പേര് സ്വീകരിച്ച് കലാകാരന്മാരിൽ നിന്ന് നിയമവിരുദ്ധമായി പണം തട്ടിയെടുത്തതായി ആരോപിക്കപ്പെടുന്നു. എന്തായാലും കഠിനാധ്വാനികളായ ആളുകളോട് ഞങ്ങൾക്കൊരു ശത്രുതയുമില്ല എന്നാണ് ലോറൻസ് ബിഷ്ണോയ് ഗ്രൂപ്പ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.